അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. വല്ലാത്തൊരു വേദനയായിപ്പോയി കേട്ടപ്പോൾ. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ആഘോഷിക്കാനായി ഭാര്യയോടൊപ്പം ഹണിമൂൺ യാത്ര പോയ നവവരൻ്റെ ജീവിതം അപ്രതീക്ഷിതമായി അവസാനിച്ചു. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. മലപ്പുറം വേങ്ങര പറപ്പൂർ റോഡ് സ്വദേശി MK മുഹമ്മദ് ഇർഫാനാണ് ശ്രീലങ്കയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടുപോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏറെ നമ്മളെ വേദനപ്പെടുത്തുന്നത് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസമേ ആയുള്ളൂ. 10 ദിവസത്തിന് ശേഷമാണ് ഏറെ സന്തോഷത്തോടെ ഇർഫാൻ ഭാര്യയും കൂട്ടി ശ്രീലങ്കയിലേക്ക് ഹണിമൂൺ യാത്ര പോയത്. യാത്രക്കിടെ സ്കൂബ ഡൈവിങ്ങിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഇർഫാൻ പെട്ടെന്ന് കുഴഞ്ഞു വീണു പോയത്. ഉടനെ തന്നെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് അറിയാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഇന്ന് ആളുകൾ കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും ഓടുന്ന ഓട്ടത്തിലും മരണപ്പെട്ടു പോവുകയാണ്. അവർ തന്നെ അറിയാതെ അവർ മരണപ്പെട്ടു പോവുകയാണ്. ഒരു രോഗമോ ആരോഗ്യ പ്രശ്നമോ ഒന്നും തന്നെയില്ല. പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ആള് കുഴഞ്ഞു വീഴുന്നു, മരണപ്പെടുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ മരണം. പ്രിയപ്പെട്ടവരെ, മരിക്കുന്ന നേരത്തെ കൽബിൽ ഈമാൻ നിലനിർത്തി തരാൻ എല്ലാവരും ദുആ ചെയ്യുക. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തട്ടെ. നമ്മൾ ആരും ഈമാൻ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള കളി കളിച്ചുകൂടാ. നമ്മുടെയൊക്കെ ഓരോ കളിയിലും നമ്മുടെ ഈമാൻ കെടാതെ നോക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എങ്ങനെയാണ് മരണപ്പെട്ടു പോവുക എന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ വേണ്ടേ? പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. പുതിയ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ച ദമ്പതികളുടെ ആ ഒരു സന്തോഷകരമായ നിമിഷം പെട്ടെന്ന് കണ്ണീരിലായി പോവുകയാണ്. ആരെങ്കിലും കരുതിയോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ അവസാനിക്കും മുമ്പേ നവവരൻ്റെ അപ്രതീക്ഷിതമായ ഈ ഒരു വിയോഗം കുടുംബത്തെയും സുഹൃത്തുക്കളെയും നാടിനെയും ഒരുപോലെ കണ്ണീരിലായിത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. പടച്ച റബ്ബ് ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ആമീൻ. നിയമ നടപടികൾക്ക് ശേഷം മയ്യത്ത് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേങ്ങരയിലും പരിസര പ്രദേശങ്ങളിലും വലിയൊരു ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. പുതിയ ജീവിതത്തിലേക്ക് കൈകോർത്ത് നടന്നു നീങ്ങിയ ദമ്പതികളുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ പാതി വഴിയിൽ അവസാനിച്ചു. ഏവരുടെയും ഹൃദയം നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയായി പോയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആളുകൾ പലതരത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. പടച്ച റബ്ബ് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ. പടച്ച റബ്ബെ, അർഹമുറാഹിമായ റബ്ബെ, മുഹമ്മദ് ഇർഫാൻ എന്ന ഈ ഒരു ചെറുപ്പക്കാരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബെ. മഹഫിറത്തും മറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ചെറുപ്പക്കാരനാണ് റബ്ബെ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. ഇതുപോലത്തെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.